ഹായ്, ഇന്ന് നമുക്ക് വൈകിട്ടത്തേക്ക് ചായക്ക് എന്താണെന്ന് നോക്കാം. ഇതെല്ലാവർക്കും അറിയുന്നൊരു സാധനമാണ്. അട ചുട്ടതാണ്. സാധാരണ നമ്മൾ ആവിയിലൊക്കെ അല്ലേ വേവിക്കുക. അപ്പോൾ എനിക്ക് ഈ ചുട്ടത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഇന്ന് ചുട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ 2 എണ്ണേ ചുട്ടുള്ളൂ. കുറേ ടൈം എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതിന് ഞാൻ ആവിയിൽ വേവിക്കാൻ വെച്ചേക്കാണ്. അത് പുഴുങ്ങാൻ വെച്ചു. എങ്ങനെയുണ്ട് ചുട്ടത്? കുഴപ്പമില്ല. ഇത് വന്നിട്ട് ഗോതമ്പ് പൊടിയും റാഗി മുത്താറിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കേട്ടോ. ഇവിടെ ലൈറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അങ്ങനെ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട്. മുത്താറിയുടെ ടേസ്റ്റ് എടുത്ത് വെക്കുന്നുണ്ടല്ലേ. നല്ലതാണ്. പക്ഷെ എനിക്കൊന്നു നമ്മളിവിടെ സ്ഥിരമായിട്ട് ആവി പുഴുങ്ങുക ചെയ്യാം. അതിലും ടേസ്റ്റ് ഇതാണല്ലേടാ. ഇതിന് സമയതാമസം, അത് ഒത്തിരി ടൈം എടുക്കും. ഇത് തന്നെ ഞാൻ കുറേ ടൈം എടുത്തു. എനിക്ക് വീഡിയോ എടുത്തു തരാൻ വെച്ചോടുന്നില്ലായിരുന്നു. ഞാൻ തന്നെ ചുടുക വീഡിയോ എടുക്കുകയും കൂടെ ചെയ്യാൻ എനിക്ക് പറ്റില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനത് വീഡിയോ എടുത്തേനെ. 2 എണ്ണം ചുട്ട് ഞാനങ്ങ് നിർത്തി. എന്നിട്ട് പിന്നെ ബാക്കി ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടുണ്ട്. കട്ടൻ ചായയാണ് കേട്ടോ. പെട്ടെന്ന് വേണമെങ്കിൽ കാപ്പി. അതെ, കട്ടൻ ചായ. അതിൻ്റെ ഉള്ളൊന്ന് പൊളിച്ച് കാണിച്ചു കൊടുക്കും. ചൂടാ ലൈറ്റിൻ്റെ ഭയങ്കര പ്രശ്നമാണോ. തേങ്ങയും വെല്ലവും ജീരകം, കുഞ്ഞു ജീരകം അല്ലേ. തേങ്ങയും വെല്ലവും കുഞ്ഞു ജീരകവും എനിക്ക് തന്നെ ഇതിൽ കാണുന്നില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഉള്ളിലേ വളരെ ക്ലാരിറ്റി കുറവാണ്. പിന്നെ കാലാവസ്ഥ മോശമല്ല. വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ പണി കിട്ടും. മഴ ആയതുകൊണ്ട്. നല്ല രസമുണ്ട്. എനിക്ക് മറ്റേതിനേക്കാൾ ഇത് ഇഷ്ടമായി കേട്ടോ. ഇതിലെ ഇല ഞാൻ എടുത്ത് പൊളിച്ച് കളഞ്ഞു കേട്ടോ. ഇലേൻ്റെ ഒക്കെ ടേസ്റ്റ് നല്ല രസമുണ്ട്. അല്ലെങ്കിൽ ഈ വാഴയിലയിൽ ഇങ്ങനെ നമ്മൾ ചുടുമ്പം അതിനൊരു പ്രത്യേക ഇതാണ്. ഒപ്പം ഉണ്ടാക്കുകയാണെങ്കിലും ഇപ്പോൾ ചോറ് പൊതിയാണെങ്കിലൊക്കെ അല്ലേ. അപ്പോൾ ഓക്കെ, ബായ്.